അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ബഹുമാനികളെ, ഇന്ന് 2 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മുടെ ക്ലാസ്സിലുള്ളത്. ഒന്ന്, ഹാജറ ബിവി റളിയല്ലാഹു തആല അൻഹ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യമെന്ത്? 2, ഹാജർ റളിയല്ലാഹു തആല അൻഹയും കൈക്കുഞ്ഞാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ആളും അനക്കവുമില്ലാത്ത മക്ക മരുഭൂമിയിൽ എത്തിപ്പെടാനുള്ള കാരണവും എന്താണ്? ഈ 2 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ. ബഹുമാനികളെ, നമ്രൂദ് രാജാവിൻ്റെ അഗ്നികുണ്ഡാരത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന് ശേഷമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറ ബിന്ത് ഹാറാൻ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കുന്നത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും തൻ്റെ പ്രിയതമന് വേണ്ടി ഒരു കുഞ്ഞിന് പ്രസവിക്കാൻ കഴിയാത്തതിൻ്റെ വിഷമം സാറ ബിവി റളിയല്ലാഹു തആല അൻഹയിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇറാഖിൽ നിന്നും ഫലസ്തീനിലേക്കും, ഫലസ്തീനിൽ നിന്നും ഷാമിലേക്കും, ഷാമിൽ നിന്നും ഈജിപ്തിലേക്കുമെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിലെല്ലാം ആശ്വാസമായി നിലകൊള്ളുമ്പോഴെല്ലാം ഒരു കൈക്കുഞ്ഞിന് തൻ്റെ പ്രിയതമന് വേണ്ടി പ്രസവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന പ്രയാസം സാറാ ബിവി റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് ഈജിപ്തിലെ രാജാവ് ഒരു ഖാദിമത്തിന്, ഒരു തോഴിയെ സാറാ ബിവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സമ്മാനമായിട്ട് നൽകുന്നത്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നാം അത് പരാമർശിച്ചതാണ്. ഹാജർ റളിയല്ലാഹു തആല അൻഹ എന്ന പേരുള്ള തോഴിയെ സാറാ ബിവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സമ്മാനമായിട്ട് നൽകുകയാണ് ഉണ്ടായത്. ഫരിഹത്ത് അസ്സയ്യിദത്തു സാറ ബി ഹാജർ. ഹാജർ റളിയല്ലാഹു തആല അൻഹയെ കിട്ടിയപ്പോൾ സാറാ ബിവി റളിയല്ലാഹു തആല അൻഹ ഒരുപാട് സന്തോഷിച്ചു. വഹബ്ബത്ത്ഹ ഹുബ്ബൻ ഷദീദ. ഹാജർ റളിയല്ലാഹു തആല അൻഹയെ അതിയായി സ്നേഹിച്ചു സയ്യിദത്ത് സാറ റളിയല്ലാഹു തആല അൻഹ. വഅല്ലമത്ത്ഹ കൈഫിയത്തൽ ഈമാൻ. എങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെന്നും ഈമാൻ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നതും സാറാ ബിവി റളിയല്ലാഹു തആല അൻഹ ഹാജർ റളിയല്ലാഹു തആല അൻഹുവിനെ പഠിപ്പിച്ചു കൊടുത്തു. വഇബാദത്തൽ വാഹിദി. ഏകനായ രക്ഷിതാവിനെ എങ്ങനെയാണ് ആരാധന ചെയ്യേണ്ടത് എന്നുമെല്ലാം സാറാ ബിവി റളിയല്ലാഹു തആല അൻഹയാണ് ഹാജർ ബിവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് മക്കളില്ലാത്ത വിഷമം പരിഹരിക്കാൻ ഹാജറാകുന്ന എൻ്റെ തോഴിയെ വിവാഹം കഴിക്കാൻ സാറാ ബിവി റളിയല്ലാഹു തആല അൻഹ നിർബന്ധിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഹാജർ റളിയല്ലാഹു തആല അൻഹ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മണവാട്ടിയായി മാറുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജർ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു. ഒരു സുന്ദരനും സുമുഖനുമായ ആൺകുഞ്ഞിന് ജന്മം നൽകുകയാണ് ഹാജർ റളിയല്ലാഹു തആല അൻഹ. ആ കുഞ്ഞിൻ്റെ പേരാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിലേക്ക് ഹാജർ റളിയല്ലാഹു തആല അൻഹയിലൂടെ ഒരു കുഞ്ഞിനെ ലഭിച്ചപ്പോൾ വല്ലാത്ത സന്തോഷമായിരുന്നു, വല്ലാത്ത വാത്സല്യമായിരുന്നു ആ കുഞ്ഞിനോടും. അതുപോലെ തന്നെ വല്ലാത്ത സ്നേഹമായിരുന്നു ഹാജർ റളിയല്ലാഹു തആല അൻഹയോടും. ഇത് സാറാ ബിവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വിഷമമുണ്ടാക്കി. കാരണം ദീർഘനാൾ തൻ്റെ പ്രിയതമൻ്റെ സ്നേഹം മാത്രം അനുഭവിച്ചു കൊണ്ടിരുന്ന മഹതിയായ സാറാ റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സിന് വല്ലാത്ത വിഷമമായി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സ്നേഹവും വാത്സല്യവും മറ്റൊരാളിലേക്ക് നീങ്ങുന്നത് കണ്ടപ്പോൾ സാറാ ബിവി റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സിന് വിഷമമായി. ആ വിഷമം അല്ലാഹു തആല മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഹാജർ റളിയല്ലാഹു തആല അൻഹയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും മക്കയിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചത്. സാറാ ബിവി റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സിൻ്റെ വിഷമം മാറ്റുന്നതിന് വേണ്ടിയായിരുന്നു അത്. പിന്നീട് അവിടെ നടന്നത് എന്താണ്? അത് അത്ഭുതകരമായ കാര്യമായിരുന്നു എന്നത് ചരിത്രം സാക്ഷിയാണ്, അതെല്ലാം നമുക്കറിയാവുന്നതുമാണ്. മക്കയിൽ പിന്നീട് എന്താ സംഭവിച്ചതെന്നുള്ളത് മഹാനായ ഖുർത്തുബി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. സാറാ ബിവി റളിയല്ലാഹു തആല അൻഹയുടെ വിഷമം കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ഹാജർ റളിയല്ലാഹു തആല അൻഹയെയും മക്കയിലേക്ക് കൊണ്ടുപോയി ആക്കി. ഫകാന ദാലിക കുല്ലുഹു ബിവഹയ്യിൻ മിനല്ലാഹി തആല. ഇതെല്ലാം സംഭവിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വഹയിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളതാണ്. ഹാജർ റളിയല്ലാഹു തആല അൻഹയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും മക്കയിലേക്ക് ആക്കിയതിന് ശേഷം പിന്നീട് സാറാ ബിവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ മഹത്തുക്കളെ മാതൃകയാക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ടേൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.